Dear students, construction management and safety engineering എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ബാക്കി കുറച്ച് സെക്ഷൻസാണ് വരുന്നത്. ടോപ്പിക്സാണ് ട്രെയിനിങ്, മോട്ടിവേഷൻ, ഇൻസെൻറ്റീവ്സ്, അതുപോലെയുള്ള ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ട്രെയിനിങ്? എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളേജും അതുപോലെ തന്നെ സ്കിൽസും ഒരു പെർട്ടിക്കുലർ ആ സ്പെസിഫൈഡ് ജോബ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ നോളേജിൻ്റെയും സ്കിൽസിൻ്റെയും ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ട്രെയിനിങ് എന്നുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ വി ക്യാൻ ഇംപ്രൂവ് ദ നോളേജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി ത്രൂ ദ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. ഒരു ട്രെയിനിങ് എന്നുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ജോബ് ചെയ്യാനുള്ള നമ്മുടെ നോളേജ് ആൻഡ് സ്കിൽസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വി ആർ ഗെയിനിങ് എക്സ്പീരിയൻസ്. സോ അതിനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അക്വയർ ചെയ്യുന്നത്? ഹി വിൽ ബി അക്വയറിങ് ന്യൂ സ്കിൽസ്, പുതിയ സ്കിൽസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ നോളേജ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ട്രെയിനി അക്വയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ ഇൻക്രീസ് ഓഫ് ദ എംപ്ലോയി വിൽ ബി so that the performance of the employee can be increased. ദെൻ അതേപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കും ട്രെയിനി. അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിന് അതൊരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ദ HR ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ട്രെയിനിങ് പ്രോസസ്സ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് കൂടുന്നുണ്ട്. ആ ജോബിൻ്റെ നമ്മൾ ജോബിലോട്ടുള്ള അല്ലെങ്കിൽ ജോബ് ഇങ്ങനെ മീൻസ് നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ആ ജോബ് ചെയ്യാൻ തയ്യാറാവും. അതേപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. ദെൻ ഡെഫിനിഷൻ ഓഫ് ട്രെയിനിങ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. എന്താണ്? ഇറ്റ് ഇസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടും അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആണ്. ഇറ്റ് വിൽ ബി ഇംപ്രൂവിങ് അവർ നോളേജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. സോ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പ്രൊമോട്ടിങ് ഓർ കോൺട്രിബ്യൂട്ടിങ് ടു ദ വെൽഫെയർ ഓഫ് ദ കമ്പനി. അല്ലേ? കമ്പനിയുടെ വെൽഫെയറിന് അത് പ്രൊമോട്ട് ചെയ്യും. അവരുടെ വെൽഫെയറിനും അതുപോലെ തന്നെ കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് ഹെൽപ്പ് ചെയ്യും. Then എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ്? വാട്ട് വിൽ ബി ദ സ്കോപ്പ് ഓഫ് ട്രെയിനിങ്? ഇറ്റ് വിൽ ബി ഇംപ്രൂവിങ് ദ ജോബ് റിലേറ്റഡ് പെർഫോമൻസ് അറ്റ് ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ഇംപ്രൂവിങ് അവർ പെർഫോമൻസ് അല്ലേ? സോ അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി ഇംപ്രൂവിങ് ദ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്. ദെൻ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കും. ദെൻ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. സോ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലീഡിങ് ടു പേഴ്സണൽ ഗ്രോത്തിലോട്ടത് ലീഡ് ചെയ്യും. ദെൻ ഡേ ടു ഡേ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയാവും. ദെൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് മാനേജ് ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ട്രെയിനിങ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ പോസിബിളാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഗോൾ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്? വെൻ, വെയർ, ഹൗ, വൈ ആൻഡ് ഹൂം. ഇത്രയും കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സാണ് ട്രെയിനിങ്ങിലൂടെ ഓബ്റ്റെയിൻ ചെയ്യുന്നത് മെയിനായിട്ട് അല്ലേ? വെൻ, എപ്പോൾ, എവിടെ വെച്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആ പ്രോസസ്സ് എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്, ആരാണത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസേഴ്സ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഓബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ദെൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഒരു വാല്യുവേഷൻ എങ്ങനെ ഫ്യൂച്ചർ വാല്യുവേഷൻ ചെയ്യണം. സോ നമ്മൾ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സാലറി, ഇത്ര പ്രൊമോഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഹൗ വിൽ ബി സെലക്ടിങ് മെറ്റീരിയൽസ്. നമ്മുടെ ജോബിന് ഉള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ദെൻ അതിൻ്റെ കണ്ടൻസ് ഏത് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് എന്നുള്ള ഇതിലൂടെ നമുക്ക് ഓബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ എലമെൻറ്റ്സ് ഓഫ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ഔട്ട്കംസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താ? പെർഫോമൻസ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ഉള്ളൊരു എംപ്ലോയി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഔട്ട്കം ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ കണ്ടീഷൻസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ഏത് കണ്ടീഷനിലാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് ഓബ്റ്റെയിൻ ചെയ്യും. സോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ
എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള എല്ലാ സ്ട്രാറ്റജീസും നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ a training program. Then standards of the training program. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്? ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. എത്ര ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യും? 100% അക്യുറസി ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ അറ്റ് ദ റേറ്റ് ഓഫ് 50 per hour. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് കുറച്ച് ഫങ്ഷൻസ് പറയുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രെയിനിങ് സിസ്റ്റംസിനെ നമ്മൾ റിസർച്ച് ചെയ്യാൻ അതിലൂടെ. ദെൻ അനലൈസ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ്, എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഡെവലപ്മെൻറ്റിൽ വരും. ദെൻ ഓപ്പറേഷൻ, ട്രെയിനിങ് എയ്ഡ്സ് ആൻഡ് മെത്തേഡ്സ്, ഏത് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, അതിൻ്റെ എയ്ഡ്സ് എന്തൊക്കെയാണ്, ട്രെയിനിങ് എയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം തരുന്നുണ്ട്. ദെൻ ഇവാലുവേഷൻ, സോ ഈ രീതിയിലെല്ലാം ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു മില്ലർ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ട്രെയിനിങ് കാരണം ഒബ്റ്റെയിൻ ചെയ്യുന്നത്? റെഗുലർ ട്രെയിനിങ്, അതുപോലെ തന്നെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ? സോ റെഗുലറായിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. ദെൻ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ് ടു ഡെവലപ്പ് ദെയർ കരിയേഴ്സ്. അവർ കരിയർ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ദെൻ എംപ്ലോയി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യും. ദെൻ ലോയാലിറ്റി ഇംപ്രൂവ് ചെയ്യും. ദെൻ കൂടുതൽ അവർ എൻഗേജ്ഡ് ആവാൻ റെഡിയാവും. ദെൻ ദേ വിൽ ബി ഡെഡിക്കേറ്റഡ് ടു കമ്പനി ഗോൾസ്. എന്താണോ കമ്പനിയുടെ ഗോൾസ് എന്ന് പറയുന്നത് അത് അച്ചീവ് ചെയ്യാൻ അവർ മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിത്തീരും. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് വിൽ ബി ദി ബെനിഫിറ്റ്സ് ടു ദി ബിസിനസ്? ബിസിനസ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം? ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്തൊന്നും നോക്കുന്ന ടൈമിൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് ദ സ്റ്റാഫ് എഫിഷ്യൻസി. സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആക്സിഡൻസ് കുറയും. ദെൻ സൂപ്പർവൈസറി നീഡ്സിൻ്റെ ആവശ്യം കുറയും. നോബഡി വിൽ ബി റിക്വയർഡ് ടു സൂപ്പർവൈസ് അല്ലേ? നമ്മളെല്ലാം ട്രെയിൻഡ് ആണ്, ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് എല്ലാം ട്രെയിൻഡ് ആണെങ്കിൽ they will be able to perform the job very quickly with utmost accuracy അല്ലേ? സോ മറ്റുള്ള ഒരു പേഴ്സൻ്റെ ആവശ്യമില്ലാതെ തന്നെ, സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമില്ലാതെ തന്നെ ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് നീറ്റ്ലി. ദെൻ ഗുഡ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ഗുഡ് വർക്ക് സേഫ്റ്റി പ്രാക്ടീസസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിനാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും, ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യും, ടൈം മാനേജ്മെൻറ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ ബെനിഫിറ്റ്സ് ആണ്. ദെൻ വാട്ട് വിൽ ബി ദി ബെനിഫിറ്റ്സ് ടു ദ എംപ്ലോയീസ്? എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക? സ്റ്റാഫ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യും. ദെൻ അവരെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. അവർ കൂടുതൽ എഫിഷ്യൻറ്റും ഇഫക്റ്റീവായി മാറും. സ്റ്റാഫിൻ്റെ ടേൺ ഓവേഴ്സ് ഇംപ്രൂവ് ചെയ്യും. ദെൻ റിക്രൂട്ട്മെൻറ്റ്, അവർക്ക് പ്രൊമോഷൻസിനുള്ള ചാൻസസ് കൂടും. മിനിമം എഫേർട്ടിൽ അവർക്ക് കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം എന്താണ്? എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് ആണ്. ദെൻ ബേസിക് പർപ്പസസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ദെൻ പേഴ്സണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ, പ്രൊമോഷൻ, സക്സഷൻ പോലെയുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ. ദെൻ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മീൻസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ടീം സ്പിരിറ്റ് ഇംപ്രൂവ് ചെയ്യാനെല്ലാം. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ. ദെൻ ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. ദെൻ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, സോ കരിയർ ഡെവലപ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യും. ഓരോരുത്തരുടെ കരിയർ, അവരെ പെർഫോമൻസ് കൂടുന്നതനുസരിച്ച് അവർക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ദെൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ദെൻ എംപ്ലോയീസിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ദെൻ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. സോ അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ലേബർ റിലേഷൻസ്, ഇതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
Then what is in-service education? അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് we will be discussing about the in-service education. എന്താണ് in-service education എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തന്നെ കൊടുക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് in-service education അല്ലെങ്കിൽ in-service training എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? it will be provided in order to improve the quality, അതുപോലെ തന്നെ not to increase productivity. ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് in-service education പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുക? നമ്മുടെ ആ വർക്കിനെ ബേസ് ചെയ്തിട്ട് നോളേജസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാമാണ് in-service education ഹെൽപ്പ് ചെയ്യുന്നത്. പ്രസൻറ്റ് ജോബ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പം നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ പെർഫോം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ടെക്നിക്കൽ നോളേജസ്, അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺഗോയിങ് ആയിട്ടുള്ള വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്സ് പെർഫോം ചെയ്യാനായിട്ടാണ് in-service education ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് കോൺസെപ്റ്റ് ഓഫ് in-service education എന്ന് പറയുന്നത്. പ്ലാൻഡ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യും. അതുപോലെ തന്നെ അത് ജോബ് സെറ്റിങ്സ് ചെയ്യും. ദെൻ സർവീസസുമായിട്ട് എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളും ക്ലോസ്ലി ലിങ്ക്ഡായി കിടക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യും. ദെൻ എങ്ങനെയൊക്കെ ഒരു പേഴ്സൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, in-service educationൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. The nature and scope of in-service education to support and assist the professional development. നമ്മുടെ പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയാണ് അത് സപ്പോർട്ട് ചെയ്യാനും അത് ഇമ്പ്രൂവ് ചെയ്യാനുമാണ് മെയിനായിട്ട് in-service education വരുന്നുണ്ട്. സോ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയീസിന് വേണ്ട ബേസിക് നോളേജസ് പ്രൊവൈഡ് ചെയ്യുക, സോ ദാറ്റ് അവർ പ്രൊഡക്ടിവിറ്റി ആസ് വെൽ ആസ് ദ ക്വാളിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാക്സിമം പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഓൺഗോയിങ് വർക്ക്സിൻ്റെ നോളേജ്, അല്ലേ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഫഷണൽ എബിലിറ്റീസ് അത് ഇമ്പ്രൂവ് ചെയ്യും. ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കും, സ്റ്റാഫിന് നല്ല ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്യാൻ മീൻസ് എന്താ എയിം ചെയ്യുന്നത്. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. ദെൻ ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇമ്പ്രൂവ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് in-service educationൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് in-service പ്രോഗ്രാം. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഫസ്റ്റ് അസസ്മെൻറ്റ്, എന്തൊക്കെയാണ് മീൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് in-service എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. ദെൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ദെൻ ഇവാലുവേറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. സോ ദിസ് ആർ ദ സ്റ്റെപ്സ് ഇൻ in-service പ്രോഗ്രാം. Then next we will be discussing about motivation. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വർക്ക് മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് എന്തെല്ലാം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഏതെല്ലാം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം എഫേർട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എനർജി ബിൽഡപ്പ് ചെയ്യാം, ഇതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ അതൊരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറാണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം എങ്ങനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം എഫേർട്ടിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാം, അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. So what are the nature and importance of motivation? എന്തൊക്കെയാണ് മോട്ടിവേഷൻ്റെ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷനെ സർവൈവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. ദെൻ സോ ദാറ്റ് ദ ഫേമിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ ഫേമിൻ്റെ ബിലോങ്ങിങ്നെസ്, അല്ലേ, മാക്സിമം ബിലോങ്ങിങ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും.
ദെൻ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ. എന്തൊക്കെയാണ് മോട്ടിവേഷൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എന്താ നീഡാണ് വരുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇന്ന ഗോളാണെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ നെസസറി ആക്ഷൻസ് എടുക്കും. ദെൻ എന്ത് ചെയ്തു, ആ ഗോൾ അച്ചീവ് ചെയ്തു. സോ ഇതാണ് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നീഡ് എന്താണ്, നമ്മുടെ ആവശ്യം. ഇപ്പോൾ നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസിൻ്റെ നീഡ് എന്തായിരുന്നു? സോ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, യു ആർ അക്വയറിങ് എഡ്യൂക്കേഷൻ അല്ലേ. സോ അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ, ജോബായിരിക്കും നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ജോബ് കിട്ടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ടേക്ക് സം ആക്ഷൻസ്. ആ ആക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ യു അക്വയർഡ് ദ എഡ്യൂക്കേഷൻ ആൻഡ് after acquiring education you will be obtaining your goal, that is your job. So job achieve ചെയ്തു. സോ ആ ജോബാണ് എന്തെന്ന് പറയുന്നത്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. Then next is rewards. Methods for motivating employees. ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിലുള്ള കുറച്ച് ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവാർഡ്സ് ആണ്. സോ നമ്മൾ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ മാക്സിമം ആ ടൈമിനകത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. സോ ആ റിവാർഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. സോ അതെന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷണൽ ഗോളിൽ അച്ചീവ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഓഫ് മോട്ടിവേഷനാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഓരോ ഇൻഡിവിജ്വൽസും അങ്ങനെ തന്നെ റെഡി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓർഗനൈസേഷൻ്റെ ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ചലഞ്ചിങ് ജോബ്സ് ആണ് മെത്തേഡ്സിൽ. എന്താ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. സോ ഒരു ടൈപ്പ് ഓഫ് ജോബ് മാത്രമല്ല, മാക്സിമം ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചലഞ്ചിങ് ജോബ്സ് ചെയ്യാൻ റെഡി ആയിരിക്കും. സോ അത് ജോബ് എൻറിച്ച്മെൻറ്റിലൂടെയാണ് അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ എന്താ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. സോ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ വാട്ട് വിൽ ബി ഡൂയിങ്, വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ഇൻ അല്ലേ, പുതിയ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും എല്ലാം നമ്മൾ റെഡി ആയിരിക്കും. സോ ഡെയിലി റുട്ടീനായിട്ടുള്ള വർക്ക്സ് ആണെങ്കിൽ കുറച്ച് നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് ആവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ ഗെറ്റിംഗ് ചലഞ്ചിങ് ജോബ്സ് അവർ ഇൻട്രസ്റ്റ് വിൽ ബി ഇംപ്രൂവ്ഡ് അല്ലേ, നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള ജോബ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റഡായി മാറും. ദെൻ തേർഡ് വൺ ഇസ് യൂസിങ് മെറിറ്റ് പേ. എന്താണ്, നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാവും, കൂടുതൽ വർക്ക്സ് ചെയ്യാൻ തയ്യാറായിരിക്കും അല്ലേ. സോ നമ്മളിപ്പോൾ ഒരു സിംഗിൾ പേയ്മെൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് ബോണസ് ആയിരിക്കും. അല്ല നമുക്ക് നമ്മൾ ഓരോ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടും ഇത്ര എമൗണ്ട് ഇൻക്രിമെൻറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി റെഡി ടു ഡു ദ വർക്ക്സ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് യൂസിങ് സ്പോട്ട് അവാർഡ്സ്. ചില ഓർഗനൈസേഷനിലൊക്കെ എങ്ങനെയാണ് സ്പോട്ട് അവാർഡ്സ് കൊടുക്കും. ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗുഡ് പെർഫോമർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പോട്ട് അവാർഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ അതെന്താണ്, മറ്റുള്ളവർക്ക് മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് ഇനിയും അത് അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷനാണ് വരുന്നത്. ദെൻ സ്കിൽ ബേസ്ഡ് പേ. നമുക്ക് എത്ര സ്കില്ലുണ്ടോ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാവും, നമ്മുടെ സ്കിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ടൈമിൽ എത്ര നമ്പർ ഓഫ് ഒരു ഐറ്റം റേറ്റ് സിസ്റ്റമൊക്കെ ആണെങ്കിൽ ഒരു ഐറ്റം എത്ര ഐറ്റം കൂടുന്നുവോ അത്രയും നമുക്ക് എന്താണ് പേയ്മെൻറ്റ് കൂടില്ലേ. സോ അതെന്താണ്, നമ്മുടെ സ്കില്ലാണ് അവിടെ വരുന്നത്. സോ അത് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഇൻറ്റൻഷനലി നമ്മൾ തയ്യാറാവും. സോ ദാറ്റ് ഈസ് സ്കിൽ ബേസ്ഡ് പേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻസെൻറ്റീവ്സ് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് പേ. എന്താണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻസെൻറ്റീവ്സ്? മോട്ടിവേഷൻ്റെ ഒരു എന്താ പറയുന്നത് ഡ്യൂട്ടി തന്നെയാണ് ഇൻസെൻറ്റീവ്സും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോട്ടിവേഷൻ്റെ ഒരു പാർട്ട് തന്നെയാണെന്ന് പറഞ്ഞു. നമ്മുടെ പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഒരു ഓവർ ടൈം ഒക്കെ പോലെയാണ് ഇൻസെൻറ്റീവ്സ് വരുന്നത്. ഇപ്പം നമ്മൾ നോർമൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇത്ര വേജസ് അല്ലെങ്കിൽ ഇത്ര സാലറി ഉണ്ടായിരിക്കും. പക്ഷേ ഒരു 1 hour കൂടി നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ അഡീഷണൽ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻസെൻറ്റീവ്സ്.
സോ എന്താണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതൊരു മോട്ടിവേഷണൽ ടൂളാണ് അല്ലേ. സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്. ദെൻ അതുപോലെ തന്നെ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യും. ഒരു വർക്ക് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. സോ എല്ലാവർക്കും ഇൻസെൻറ്റീവ്സ് കിട്ടണമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എവ്രിബഡി വിൽ ബി റെഡി ടു ഡു ദ വർക്ക് വിത്തിൻ ടൈം. ദെൻ അത് ബൂസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, ഹയർ ഡിഗ്രി ഓഫ് സർവീസ് അത് ഓഫർ ചെയ്യും. ദെൻ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ റെഡ്യൂസ് ആവും. കാരണം എന്താണ്, സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഇൻസെൻറ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്വാളിറ്റിയുള്ള വർക്ക്സ് ചെയ്യാൻ തയ്യാറായിരിക്കും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്സ് തന്നെ നമുക്ക് ഓബ്റ്റെയിൻ ചെയ്യും. ദെൻ ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ്, നമുക്ക് എങ്ങനെയൊക്കെ ഇൻസെൻറ്റീവ്സ് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റമാണ്. ഇത്ര പീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻസെൻറ്റീവ്സ് വരും. അതായത് ഒരു 100 പീസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സാലറി. ദെൻ 101 മുതൽ എന്തായിരിക്കും, നമുക്കൊരു ഇൻസെൻറ്റീവ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഇത്ര ഇൻസെൻറ്റീവ്സ് കയറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത്. ദെൻ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് വർക്ക് സിസ്റ്റം, ഇത്ര ടൈം വർക്ക് അവർ വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വേജും ദെൻ പ്ലസ് ഓരോ അവർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനുള്ള ഇൻസെൻറ്റീവ്സും. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ആണ് വരുന്നത്. സോ ഇത്ര കാര്യങ്ങളാണ് ഇൻസെൻറ്റീവ്സിൽ വരുന്ന കാര്യങ്ങൾ. സോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷണൽ ടൂളാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിട്ട് സ്ട്രേറ്റ് വർക്ക് സിസ്റ്റവും അതേപോലെ തന്നെ സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റവും അതേപോലെ സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റവും വരാം. അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.